എല്ലാവർക്കും നമസ്കാരം. ഞാൻ രതീഷ് KC രാമപുരം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഇത് എന്ന് പറയുന്നത് ഒത്തിരി ദിവസം വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്നിപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരവസ്ഥയിലോട്ട് വന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ഭാര്യയും ഭർത്താവും ഒരു കറുത്ത ഡ്രസ്സ് ഇട്ട് നമുക്ക് കേരളത്തിൽ ഇറങ്ങി നടക്കാൻ മേലാത്ത ഒരു സാഹചര്യത്തിലോട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ആ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അതെന്താ സംഭവം എന്നുള്ളത് അതൊന്ന് കണ്ടിട്ട് വരാം. കണ്ടിട്ട് വന്നിട്ട് ബാക്കി ഞാൻ സംസാരിക്കാം. ഓക്കെ. എന്താ പേര്? അർച്ചന. രാഷ്ട്രീയ പ്രവർത്തകയാണോ? അല്ല. പിന്നെ എന്ത് പറ്റി? ഇന്ന് കൂടുതൽ ടൈം ജയിലിലായിരുന്നല്ലോ. ഞാൻ ക്ലാസ്സിന് പോയതാ രാവിലെ. അപ്പോൾ കൊട്ടാരക്കരയിൽ വാഹന നിയന്ത്രണങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തിരികെ വന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഇതിലെ കൂടെ വരുന്നുണ്ടല്ലോ, എന്നാ ഒന്ന് കണ്ടേക്കാമെന്ന് പറഞ്ഞ് ഞാനും എന്റെ അമ്മായിയമ്മയും കൂടെ രണ്ടാലുംമൂട്ടിലൊന്ന് പോയി നിന്നത് മാത്രം എനിക്കറിയാം. കുറെ പോലീസുകാർ വന്ന് ചോദിച്ചു, ഇയാൾ ബാഹുലേന്റെ വൈഫല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്നാ വണ്ടിയിലോട്ട് കയറിക്കോളാനും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. ഇല്ല, ഞാൻ രാഷ്ട്രീയത്തിലില്ല. എന്റെ ഹസ്ബൻഡ് രാഷ്ട്രീയത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയൊന്നുമല്ല. ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിലും ആക്കി പിന്നെ ക്ലാസ്സിനും പോയിട്ട് തിരികെ വന്നതാ. തിരികെ വന്നിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് എപ്പോഴെങ്കിലും പോലീസിനോട് ചോദിച്ചോ? എന്തിനാണ്? ഞാൻ കറുത്ത വേഷം ധരിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അല്ല, ഞാൻ ക്ലാസ്സിന് പോയതാണ് രാവിലെ. ഞാൻ കൊട്ടാരക്കരയിൽ ഒരു സ്ഥാപനത്തിൽ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പോയിട്ട് ഇങ്ങനെ വാഹന നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരികെ വന്നതാ. തിരികെ വന്നിട്ട് എന്നാ ഉച്ചവരെ ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരികെ എന്നാ ഈ ഒരു പരിപാടി കാണാം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാലുംമൂട്ടിലേക്ക് എത്തുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ. അപ്പോഴത്തേനും എന്റെ ഹസ്ബൻഡിനെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, അവിടുന്ന് ആരോ പറഞ്ഞിരിക്കണം ഞാൻ ബാഹുലേന്റെ വൈഫാണ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശത്തിലാണ് എന്നെ വന്ന് എന്നോട് ചോദിക്കുന്നത്, ബാഹുലേന്റെ വൈഫല്ലേ എന്ന്. എന്നാ വണ്ടി എവിടെ ഉണ്ട്, കയറാൻ പറഞ്ഞു എന്നോട്. ഞാൻ ചോദിച്ചു എന്തിനാ ഞാൻ കയറുന്നേ ചോദിച്ചു. നിങ്ങൾ ഈ വേഷം ഇട്ടുകൊണ്ട് വന്നത് പ്രതിഷേധിക്കാനാണെന്നും പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചോണ്ട് വരുന്നത്. അതെ, ഞാൻ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ കാണുന്നത്. കണ്ടിട്ടുണ്ട് കയറുന്നത്. ഇല്ല, ഞാൻ രാഷ്ട്രീയത്തിലില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഇങ്ങനെ സംഭവങ്ങൾ ഒരുപാട് വാർത്തകളൊക്കെ നടക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കറുപ്പ് ഡ്രസ് ഇട്ടത് അബദ്ധത്തിൽ ഇട്ടതാണോ? അത് എന്റെ അവകാശമാണ്. ഞാൻ ഏത് വേഷം ഇടണമെന്നുള്ളത് എന്റെ ചോയ്സാണ്. അപ്പൊ അതിനകത്ത് ഒരുത്തർക്കും അവകാശമില്ല ചോദിക്കാൻ. പറഞ്ഞു. ഞാൻ അന്നേരം പറയുന്നുണ്ട്, ഞാൻ ഒരു പാർട്ടിയുടെയും പ്രവർത്തകയല്ല, ഞാൻ ഒരു പൊതുജനമാണ്, ഞാൻ ഈ വാർഡിലെ വോട്ടറാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും അവർ പറഞ്ഞു ഞാൻ അവിടെ എത്രയോ ആൾക്കാർ കറുത്ത വേഷത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്, അവരെ പിടിക്കാൻ ഞാൻ ബാഹുലേന്റെ വൈഫ് ആയതുകൊണ്ടല്ലേ എന്നെ അവരെ പിടിച്ചോണ്ട് പോയത്. അങ്ങനെ തന്നെ വന്നതാണ്. അല്ല, അങ്ങനല്ല. അവിടെ നിന്ന് രണ്ടാലുംമൂട്ടിലാരോ അറിയാവുന്നവർ കാണും. എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ബാഹുലേന്റെ വൈഫാണെന്നുള്ളത് പരിചയക്കാർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ അവരുടെ ഒരു വാക്ക് കേട്ടിട്ടാവണം എന്നോട് ഇങ്ങനെ വന്ന് ചോദിച്ചത്. ഏകദേശം എത്ര മണിയോടായിരുന്നു രാവിലെ? ഞാൻ 10:30 ആയപ്പം രണ്ടാലുംമൂട്ടിലുണ്ട്. 6 മണി കഴിഞ്ഞു. അതുവരെ ചേച്ചിയുടെ വീട്ടിലുള്ള എല്ലാ കുട്ടികളെ നോക്കേണ്ട ഈ സമയങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആണോ? ഞാൻ കുഞ്ഞുങ്ങളെ രണ്ടിനെ സ്കൂളിലാക്കിയിട്ടാണ് വന്നത്. പിന്നെ വേറെ ഏർപ്പാടാക്കേണ്ടി വന്നു കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട്. അല്ല, അങ്ങനൊന്നും അല്ല. സ്റ്റേഷനിൽ പോയിരുന്ന സമയത്ത് ചേച്ചി പറഞ്ഞില്ലായിരുന്നോ എനിക്ക് വീട്ടിൽ പോകണം, കുട്ടികളെ സ്കൂളിൽ നിന്ന് വരുന്ന സമയമാണ്, ഇതൊക്കെ പറഞ്ഞായിരുന്നു? അപ്പൊ ഈ മുഖ്യമന്ത്രി ഇതുവഴി കടന്നു പോയിട്ടേ വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. ആണല്ലേ? ചേട്ടന്റെ ഇത് കണ്ടല്ലോ, ഭർത്താവ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം, ഭാര്യ യാതൊരുവിധ രാഷ്ട്രീയത്തിലോ അല്ലെ വേറൊരു ഒരു സമുദായത്തിൻ്റെ ഇതിലോ അങ്ങനെയൊന്നും വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയല്ല പുള്ളിക്കാരി. ഈ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരിയുടെ രാവിലത്തെ ജോലിയുടെ ഭാഗമായിട്ട് പോയ സമയത്ത് ഭാര്യ ഭർത്താവ് കുറേ ഡ്രസ്സ് എത്രയോ ആൾക്കാർ നമ്മൾ കാണുന്ന ഭർത്താവ് ഇടുന്ന കളർ തന്നെ ഭാര്യ ഇടുന്ന കളർ ഭർത്താവ് ഇടുന്നു. അങ്ങനെ ആ ഒരു ഇതിൽ അപ്പം ഈ കറുപ്പ് എന്ന് പറയുന്നത് ഇത്രമാത്രം അങ്ങോട്ട് നമ്മുടെ ഇവിടുത്തെ പോലീസുകാർക്ക്, കാരണം നമ്മൾ പിണറായി വിജയൻ്റെ ആ ഒരു പ്രതികരണം നമ്മൾ കേട്ടിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആളുടെ പ്രതികരണം നമ്മൾ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ കറുപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പുള്ളി പറയുന്നത്. പ്രതിഷേധമായിട്ട് പോവുകയാണെങ്കിൽ ശരിയാണ്. പ്രതിഷേധിക്കാൻ എന്താ ഇവിടെ ഇതില്ലേ?
ഇതിൻ്റെ രാജാവാണോ? ഇതിൻ്റെ രാജകീയ ഭരണമാണോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ആണോ? നിങ്ങളൊന്ന് പറഞ്ഞു തന്നേ. ഇപ്പോൾ കാർപ്പിട്ടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും ആർക്കും പറയും. ഞാൻ പറയുന്നത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കണം. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ നിങ്ങളെല്ലാവരും ഭാര്യ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ കുട്ടികളാണ് എല്ലാവർക്കും കറുപ്പ് വസ്ത്രങ്ങൾ നിങ്ങൾ വാങ്ങി വെക്കണം. നിങ്ങളുടെ പ്രതിഷേധം ആ രീതിയിൽ തന്നെ അറിയിക്കണം. ചുമ്മാ റോഡിൽ സൈഡിൽ നിൽക്കുന്ന ഒരാളൊരു കറുപ്പ് വസ്ത്രം ഇട്ടുകൊണ്ട് അവിടെ നിന്നു, അല്ലെ പിണറായി വിജയൻ അതിൽ ആ പുള്ളി ഒന്ന് കാണാൻ ഇതേതായി കിഴങ്ങൻ എന്നൊന്ന് അറിയാൻ വേണ്ടി ഒന്ന് നിൽക്കുമ്പോഴത്തേക്ക്, അല്ല ഇത്ര മോശമായിട്ട് ഈ കേരളത്തിലെ ഭരണം നടത്തുന്നത് ആരാണ് എന്ന് അറിയാൻ വേണ്ടി ഇയാളെ കാണാൻ വേണ്ടി ഒന്ന് നോക്കിയിരിക്കുക. കണ്ടിട്ടില്ല, കാരണം ഇലക്ഷന് വോട്ട് ചെയ്ത സമയത്ത് ഇവരെയൊക്കെ കണ്ടിട്ടുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ആൾ ആരാണ് എന്നൊന്ന് അറിയാൻ വേണ്ടി നോക്കി നിൽക്കുമ്പോഴത്തേക്ക് ആ ആളെ വന്ന് പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട്, ഈ പോലീസുകാരാണെങ്കിൽ ഇവരുടെ ഈ മൂക്കിന് താഴെ ഇരിക്കുന്ന ഇത് കറുത്ത രോമമല്ലേ? അല്ലേ, ഇത് കറുപ്പല്ലേ? അതുകൂടെ പഠിച്ച് കളഞ്ഞിട്ട് നിൽക്കും. ഇതുകൂടെ പഠിച്ച് കളഞ്ഞിട്ട് ഇച്ചിരി വെള്ള പെയിൻ്റൊക്കെ മേടിച്ച്, ഇന്നലെ ഒരുത്തിന് നമ്മൾ കണ്ടില്ലായിരുന്നു, നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ, വെള്ള പെയിൻ്റ് അടിച്ച് നല്ല കസേര സഹിതം വെള്ള പെയിൻ്റ് അടിച്ച് മൂടി ഒരു സാധനം പോലും പുള്ളിയുടെ ശരീരത്ത് കറുപ്പായിട്ടില്ല, കൃഷ്ണമണി കഴിച്ച്. അങ്ങനെയൊക്കെ വന്ന് നമുക്ക് റോഡിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ നടപടിയുള്ള കാര്യമാണോ? നടക്കത്തില്ല. അതൊക്കെ ചുമ്മാ ഇതെന്ത് രാജകീയ ഭരണമോ? ഈ ജനങ്ങൾ തന്നെ തീരുമാനിക്കണം. ഈ ഇതുപോലുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് വിട്ടത് ആരാണ്? ജനങ്ങൾ തീരുമാനിക്കണം. ഇതുപോലുള്ള, അതായത് വംശനാശം വന്നുകൊണ്ടിരിക്കണം പല സ്ഥലങ്ങളിലും, അതുപോലെ തന്നെ ആക്കണം ഇവിടെയും. ഇതൊക്കെ അക്രമ അനീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിത്യോപസാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് ആദ്യത്തെ 5 വർഷം കണ്ണിൽ പൊടിയിട്ട് രണ്ടാമത്തെ കിറ്റ് കൊടുത്ത് വീണ്ടും ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് ഇപ്പോൾ നവകേരള സദസ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരിപാടിയും കൊണ്ട് വടക്കേറ്റം നമുക്ക് തെക്കേ അറ്റത്തോട്ട് ഒടുങ്ങാനായിട്ട് നടക്കുന്ന ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ഒരു ഗുണം ഉണ്ടാകുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞത്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ചുമ്മാ ഒരു ചെങ്കോണം കാണുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഈ ആവേശം കൊണ്ടിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ചെങ്കോണം കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇംഗ്ലാസ് ഇന്താവ, അല്ലെ നിങ്ങൾ നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മളുടെ എല്ലാം ഭയങ്കര ഈ പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കൊയ്യുന്ന ഏതെങ്കിലും വയലുകളും നിങ്ങളുടെ ആയിട്ട് മാറുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമല്ലേ? ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലത്തെ ഈ അക്രമം അനീതിയായിട്ട് തന്നെ നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഗവർണർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ SFI എന്ന് പറയുന്ന ഈ സംഘടന തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു തോന്നിവാസമാണ് ഇമാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാരൊക്കെ പഠിക്കാനല്ലേ സ്കൂളിൽ പോകുന്നത്? രാഷ്ട്രീയം കളിക്കാനാണ്. രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. കാരണം ഇമാരുടെ നേതാക്കന്മാർ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് ഇന്നവർക്കുള്ളത്. ഈ രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത് വീട് തീർപ്പുകാരനും നെടുങ്കയറ്റക്കാരനുമായിരുന്ന അവരൊക്കെ ഇന്ന് കോടീശ്വരന്മാരാണ്, ശതകോടീശ്വരന്മാരാണ്. അവരുടെയൊക്കെ ബാങ്ക് ബാലൻസ് എടുക്കണം. അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഈ കംപ്ലൈൻറ്റ് ഡീറ്റെയിൽസ് എടുക്കണം. ഇതിനെയൊക്കെ പൂട്ടണം, ആടപടലം പൂട്ടണം. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടികളും വേണ്ട എന്ന് തീരുമാനിക്കുക. ഗവർണർ, അതായത് കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറട്ടെ, അതാ നല്ലത്. എന്തിനെങ്കിലും ചുമ്മാ ദിനം പ്രതി ഒറ്റ ദിവസമില്ല ഇവർ ഒരു വിഷയമില്ലാത്ത ഒരു ദിവസം ഈ തുടർഭരണം വന്നിട്ട് ഇപ്പോൾ 9 വർഷമാകുന്നു. 9 വർഷത്തിനകത്ത് ഒരു ദിവസമെങ്കിലും എവിടെയെങ്കിലും ഒരു വിഷയമില്ലാതെ ഒരു ദിവസം ഇവരുടെ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് വർഗീയവാദികൾ എന്നും പറഞ്ഞുകൊണ്ട് BJP എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയെ ഇവിടെ ഈ എല്ലാ ആൾക്കാരും ഒരുപോലെ എതിർത്തുകൊണ്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ ഭരിച്ച് മുടിച്ച് അല്ലെങ്കിൽ BJPയുടെ ഭരണം കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ ഇരുമുന്നിൽ മാറി 60 വർഷം ഭരിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് നേടി എടുക്കാൻ പറ്റിയത്? എന്താണ്? ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ കൊടുക്കത്തില്ല. നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങൾ കഷ്ടത്തിൽ വെച്ചിട്ടുണ്ടോ? ഇന്നും നാളെ ഇതുപോലെ തന്നെ അനുഭവിക്കും. ഒരു കറുപ്പ് ഡ്രസ്സ് ഇട്ടുള്ളത് ഇവരെ LDF-കാരാണോ UDF-കാരാണോ BJP-കാരാണോ എന്ന് നോക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളൊരു കറുപ്പ് ഡ്രസ്സ് ഇട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പോകുന്ന വഴിയിലൊന്ന് ഇറങ്ങി നോക്കിയേ, അന്നേരം പിടിച്ചോണ്ട് പോവുക. അപ്പോൾ നിങ്ങളവിടെ കോൺഗ്രസ്സുകാരനാണോ അല്ല കമ്മ്യൂണിസ്റ്റുകാരനാണോ BJP-കാരനാണെന്ന് പറയും, ഒന്നും അംഗീകരിക്കത്തില്ല. എല്ലാം പിടിച്ചോണ്ട്. എന്തിനാ ഈ കറുപ്പ് എന്ന് പറയുന്നത്? എന്തോ ഇരുട്ടിനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പിണറായി വിജയൻ എന്തിനും ഒഴിവാക്കി കാണിക്കും. ഇരുട്ട് വെട്ടം അവിടെ വെളിച്ചം മാത്രം പറയട്ടെ. ഇരുട്ട് വരുമ്പോഴത്തേക്ക് ഇരുട്ടിനെ എന്തായാലും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ? എന്തൊരു ഭരണമായത്! ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിയ സമയം 5 വർഷം നിങ്ങൾക്ക് കിട്ടി. ആ കിട്ടിയതിനകത്ത് കിട്ടുന്ന സമയം നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാനായിട്ട് ശ്രമിക്കൂ. ആ അടുത്തൊരു അമ്പലത്തിൽ ഒരു രാവിലെ ഒരു ഭക്തിയാനം വിട്ടാണെന്ന് അതിൻ്റെ ഫീസ് വരിക, അല്ലെ ശരണംവിളി കയറ്റുക, പോയി ഫീസ് വരിക, അല്ലെ മൈക്ക് ഒന്ന് കംപ്ലൈൻ്റ് ആയ മൈക്ക് എടുത്ത് തെറ്റിദ്ധരിപ്പിക്കുക, അവർക്കെതിരെ കേസെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പറയാനാണെങ്കിൽ ഇന്നും നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ ഈ വർഷം തീരത്തില്ല. അതുപോലെ ഉള്ള അതിക്രമവും അക്രമങ്ങളും അല്ലെങ്കിൽ ഈ ജനങ്ങൾക്കെതിരെയുള്ള ആ ഒരു ഇവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞാൽ തീരത്തില്ല. അതുപോലെ ഉണ്ട്, ഒരുപാടുണ്ട്. ഇതിപ്പോൾ ആ കുട്ടി തന്നെ ഈ വീഡിയോക്കകത്ത് പറയുന്നില്ല, നിങ്ങൾ കണ്ടല്ല, ആ വീഡിയോക്കകത്ത് ആ കുട്ടി തന്നെ പറയുന്നുണ്ട്. ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് വരേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് അമ്മയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് എന്നാൽ പിണറായി വിജയനെ ഒന്ന് കണ്ടേക്കാം, രാജാവിനെ ഒന്ന് കണ്ടേക്കാന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ രാജാവല്ലേ, മുഖ്യമന്ത്രി ഒന്നും അല്ല പുള്ളി എന്ന് പറയുന്നത്. പുള്ളി രാജാവാണ്, പുള്ളിയുടെ മേളിൽ ഒന്നും ഇല്ല. പുള്ളി ആണ് എന്നാ അതിന് പറയുന്നത്, അതിന് ഇപ്പോൾ അതിശയം പുള്ളി സ്വയമായിട്ട് അങ്ങ് വിചാരിക്കുക ഇതൊക്കെ എത്ര കാലം, ഇതൊക്കെ തീരാൻ അണയാൻ പോകുന്നത് ഈ ആളിക്കത്തു എന്ന് പറയത്തില്ല, അതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഒരു ഗവർണറുടെ പദവി ഇരിക്കുന്ന ആ ആൾ എന്താണ് ആ പദവി, അല്ലെങ്കിൽ ആ ആൾ എന്താണ് ജനങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊന്നും ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ പുള്ളി നടത്തുമ്പോഴത്തേക്ക് ആ ഒരു ഇത് മനസ്സിലാക്കാനോ ഒന്നും ആൾക്കാർ തയ്യാറല്ല. ഇപ്പോൾ SFI അവിടുന്ന് ബാൻഡ് കിട്ടി കുറേ അവർക്കെതിരെ കുറേ മുദ്രാവാക്യം വിളിച്ചില്ല, ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളി പിടിച്ചു പോകുന്നതാണ് ഓർത്തത്. പുള്ളി കറക്റ്റായിട്ട് കയറി വന്നില്ലേ. പുള്ളി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതി ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ SFI എന്നൊക്കെ പറഞ്ഞ് തീർത്ത് കളയത്തേ ഉള്ളൂ. അതാണ് ആദ്യം അത് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളെയൊക്കെ ചുമ്മാ തള്ളി ഉന്തി ഇറക്കി വിടുക, ഇതിൻ്റെയൊക്കെ കേസ് കളിക്കാൻ നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ ജെയ്സി തോമസ് നരാധമന എന്നും പറഞ്ഞ് നമ്മുടെ പിണറായി വിജയനെ സംഭാവന ചെയ്തിട്ട് ഇപ്പോൾ കണ്ടില്ലേ എവിടെയാണ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചുമ്മാ കുറേ കേസുകൾ ഉണ്ടാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇവർ സോഷ്യൽ മീഡിയയിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, അത്ര മാത്രമേ ഉള്ളൂ ഇവരുടെയൊക്കെ ലക്ഷ്യം. അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നല്ലത് എന്ന് പറയുന്ന നേരം നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം. ഈ കേരള സദസ്സ് കൊണ്ട് എന്താണ് ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഉണ്ടോ? എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? അതുപോലെ തന്നെ ഓരോ സ്കൂളുകളിലാണെങ്കിലും അവിടെ നിന്ന് പിള്ളേരെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുക. അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരെ ഈ കേരള സദസ്സ് നടക്കുന്ന യാത്രകളിൽ കൊണ്ട് പങ്കെടുപ്പിക്കാനായിട്ട് അന്നത്തെ അവർ ചെയ്യേണ്ട അവരുടെ കാര്യങ്ങൾ അവിടെ മുടക്കുക. അതായത് ഗവൺമെൻറ് ഇവിടെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട പല പേപ്പേഴ്സും അവിടെ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയങ്ങളിലൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഇങ്ങനെ ഇത് കേട്ടിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയത്ത് നടന്ന തോമസ് ചാഴികാടൻ ആ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞു, ഇത് മണ്ഡലത്തെക്കുറിച്ച് പറയാനുള്ളതല്ല, ഇത് ഇവിടെ പറയുന്നൊരു വേദിയല്ല എന്നും പറഞ്ഞിട്ട് ആക്ഷേപിച്ചില്ലേ? മാണി ഗ്രൂപ്പിനെ ആക്ഷേപിച്ചില്ലേ? എന്തെങ്കിലും ഒരു പ്രതികരണം നമുക്ക് അതിനകത്ത് കണ്ടോ? എന്തിനാ ഇങ്ങനെ കടിച്ചു തൂക്കി കിടക്കുന്നത്? ഇപ്പോൾ VCO എടുത്തേക്കുന്ന ഒരു ഇതാണ് ജനപക്ഷം എന്ന് പറയുന്നത്. BJP-യിലോട്ട് ലയിക്കുമ്പോഴത്തേക്ക് ആ ആൾ അവിടെ നല്ല പ്രവർത്തനം ചെയ്യും, അല്ലെങ്കിൽ ആ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റൂ എന്ന് കരുതിയിട്ടാണ് ഈ കേരളത്തിലെ BJP ഘടകം അല്ലെങ്കിൽ കേന്ദ്ര BJP ഘടകം ഇന്ന് PC ജോർജിനൊപ്പം നിൽക്കുന്നത്. ആ പുള്ളി ഈ പറഞ്ഞ പോലെ ഒരു BJP-കാരനായ സമയത്ത് പോലും നമുക്കറിയാം അവിടെ രക്ഷപ്പെടത്തില്ല. എങ്കിൽ പോലും നമ്മളെ BJP-കാരെല്ലാവരും ഒരുപോലെ സ്നേഹിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ PC ജോർജ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുണ്ട്. ഇപ്പോൾ എന്നും ഒന്നും ബാലികാറ മലയൊന്നും അല്ല കേരളം BJP-ക്ക്. ഇതുപോലെ ബാലികാറ മലയായിട്ടിരുന്ന പല സ്ഥലങ്ങളുമുണ്ട്. അവിടേക്ക് ഇന്ന് BJP അധികാരത്തിലാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അധികാരത്തിലെത്തുന്ന പോരാട്ട് ആ നാട് വീണ്ടും അവരെ അധികാരത്തിൽ ഒരു 5 വർഷം കഴിഞ്ഞ് വീണ്ടും അധികാരത്തിൽ അവരെ കൈപിടിച്ച് കയറ്റുന്നുണ്ടെങ്കിൽ ആ നാടിന് കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് വീണ്ടും അവർക്ക് അവിടെ ആ ഒരു ഇത് കിട്ടുന്നത്. കേരളം എന്ന് പറയുന്നത് അവർക്ക് അവിടെ ആവശ്യമില്ല. ഈ കഴിഞ്ഞ ദിവസം അരുൺ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസം കുറവുള്ള ആൾക്കാരായതുകൊണ്ട് വടക്കേന്ത്യയിലെല്ലാം BJP എത്തി. അതുകൊണ്ടെന്താ വിദ്യാഭ്യാസം കുറഞ്ഞെന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ആ ഒരു വാക്ക് തന്നെ ഏറ്റവും വലിയൊരു ഇതായിരുന്നു. അത് അങ്ങനെയാണെങ്കിൽ തന്നെ ആ സ്ഥലങ്ങളിലെല്ലാം BJP നല്ല രീതിയിലാണ് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. മനസ്സിലായി? നിങ്ങൾ കക്കൂസ് കൊടുത്ത് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ റെയിൽവേ ട്രാക്കിൽ പോയി പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട് ഇന്നും ആൾക്കാർ നിൽക്കുന്നത്. എവിടെ ഒന്ന് കാണിച്ചു തരാം നമുക്ക്? ഗുജറാത്തിലൊക്കെ ഒന്ന് കാണിച്ചു തരാം എവിടെയെങ്കിലും റെയിൽവേ ട്രാക്കിൽ പോകുന്നത്? അതൊക്കെ കഴിഞ്ഞ ഇതാണ്. നിങ്ങൾ പഴയ കാലങ്ങളിൽ ചുമ്മാ കുത്തിവെപ്പ് കൊണ്ടുവന്നിട്ടാണ്. അല്ലെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ജനങ്ങൾ എങ്ങനെയാണ് BJP ഇതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ അധികാരത്തിലോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. അപ്പോൾ കേരളത്തിൽ എന്താണെന്ന് പറയാം, ഇവിടുത്തെ കുറേ മാധ്യമങ്ങളുണ്ട്. അവർ ചുമ്മാ നിരന്തരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവരുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവർ ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപ ഇറക്കിയിട്ടാണ് ഇവർ എന്നും നമ്മൾ, അതായത് BJP-ക്ക് എതിരായിട്ട് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ SFI എന്ന് പറയുന്ന ഒരു കൂതറ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഒരു ആൾക്കാരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ അവർക്ക് ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മളെ ഇപ്പം ഈ കറുപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. തലമുടിയാണെങ്കിലും കൺപീലിയാണെങ്കിലും കൃഷ്ണമണിയാണെങ്കിലും അല്ലെ മീശയും ദീശയുള്ള പുള്ളിക്ക് ഏറ്റവും കൂടുതൽ വിഷയമൊന്നുമല്ല. പുള്ളിക്ക് മീശയൊന്നും ഇല്ലല്ലോ. കറുപ്പ് അങ്ങനെ ആകപ്പാടം ഉള്ളത് നരച്ചിരിക്കുക. അപ്പോൾ കറുപ്പ് കാണുമ്പോഴത്തേക്ക് പുള്ളിക്കൊരിതാണ്. കാരണം പുള്ളിയുടെ എല്ലാം നരച്ചു പോയില്ലേ. അപ്പോൾ കറുപ്പ് കാണുമ്പോൾ പുള്ളിക്കൊരിതാണ്. അതാണ് പുള്ളിയുടെ വിഷയം. അല്ല വേറെ വിഷയങ്ങളൊന്നും അല്ല ഇതിനകത്തുള്ളത്. പുള്ളിയെല്ലാം നരച്ചു പോയി. അപ്പോൾ യൗവനത്തോടുള്ള ആ ഒരു പുള്ളിയുടെ ആ ഒരു പ്രതികരണം ഇങ്ങനെ ആ ഒരു രീതിയിലോട്ട് പുറത്തോട്ട് വരുന്നുള്ളത് ഇതൊരു മാണ്ഡ്രക്കാണ്. ചെയ്യുന്നതെല്ലാം നശിക്കുന്നു. നമ്മൾ ജൂനിയർ മാണ്ഡ്രക്ക് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ല? അതിനകത്ത് കണ്ടിട്ടില്ലേ ഒരു തലയും കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഇതിനകത്ത് പുള്ളി ചെയ്യുന്നതെല്ലാം നല്ലതാണ്. പുള്ളിയെ ഉപദേശകന്മാർ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് പുള്ളി പോകുന്നത്. പണ്ടിപ്പോൾ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഉപദേശകരായിട്ട് കുറേ ആൾക്കാരുണ്ട്. പുള്ളിയെ കൊണ്ട് ഭരിക്കാൻ അനുവദിപ്പിച്ചിട്ടില്ല. ശരിയല്ലേ? പുറകെ ഇരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ മാറി നിൽക്കുക, അവിടെ നിൽക്കുക, ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ പുള്ളി എന്ന് പറഞ്ഞ പോലത്തെ ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ ഇപ്പം നിങ്ങൾ ഈ 20 സീറ്റ് നിങ്ങൾ ഇനി LDF-നോ UDF-നോ കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്കവിടെ വേറെ വിഷയമൊന്നുമില്ല. നിങ്ങളുടെ ഒന്നും പിന്തുണ ഉണ്ടായിട്ടല്ല കേന്ദ്രത്തിൽ ഈ BJP ഭരിക്കുന്നത്. അതും മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞ പോലെ നിങ്ങൾ 5 വർഷത്തേക്ക് എനിക്ക് തൃശ്ശൂർ തന്നാൽ പോരാ, ഈ കേരളം നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് ചെയ്തില്ലെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ തല്ലി ഓടിച്ചു. ഇതുപോലെ ഇത് പറയാനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? 5 വർഷം കൊണ്ട് എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? നിത്യോപ സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും വിലക്കയറ്റം ഉണ്ടായി. കംപ്ലീറ്റ് സാധനങ്ങളുടെ വിലക്കയറ്റം ഉണ്ടായി ഇല്ലേ? തൊഴിൽ മേഖലയിൽ തന്നെ ഏതൊക്കെ KSRTC ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്.
ദിനം പ്രതി ഓരോ ദിവസം ചെല്ലും തോറും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശബരിമലയിലെ ഇത്രയും കാലമില്ലാത്ത ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ശബരിമലയിലെ വിഷയം അല്ലേ. ഇപ്പോൾ അയ്യപ്പന്മാർക്ക് ഇതിലെ കറുപ്പെടുത്തോണ്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അവർ വരുന്നത്. ഒരു കാര്യം ചുമല ചെങ്കോണ കൊടുത്തുകൊണ്ടെന്നാൽ ശബരിമലയ്ക്ക് പോയാലോ, ഒന്നും വേണ്ട, അങ്ങനെ ആക്കിയാലോ, അതാണ് നല്ലതായിരിക്കും അല്ലേ. വംശനാശം വന്നു, ദൊഴുക്കി കളയേണ്ട സമയമായി. അത് ഈ 2024 കൂടി പൂർത്തിയാവും, കാലം തെളിയിക്കും. മനസ്സിലായോ? തെറ്റ് ചെയ്യുന്നത് ആരാണേലും അവരെ ഇന്നല്ല നാളെ ഈശ്വരൻ്റെ കൈകളിൽ അതിനുള്ള ഉത്തരവുണ്ട്. ത്രിപുര, ബംഗാൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും, ഉടലെടുത്ത സ്ഥലങ്ങളെല്ലാം വംശനാശം വന്നിന്ന് പാർട്ടി ഓഫീസുകൾ തൊഴുത്തുകളായി മാറി. അതൊക്കെ നമ്മൾ കാണണ്ട. എത്രയോ വാർത്തകൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ. ഈ പറഞ്ഞ് ഇന്ന് ഈ കേരളത്തിൽ കിടന്ന് ചുമ്മാ പോകുന്ന ആൾക്കാരെയൊക്കെ ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഈ പോലീസുകാരോടും പറയാനുള്ളത്, നിങ്ങൾ വിളക്കിൻ്റെ വെട്ടത്തോ അല്ലെ മെഴുകുതിരി വെട്ടത്തോ അല്ലെ ലൈറ്റ് വെട്ടത്തോ എവിടെ ഇരുന്ന് പഠിച്ച് നിങ്ങളൊരു രാജ്യത്തിൻ്റെ സേവകനായിട്ട് നിങ്ങൾ വന്നപ്പോൾ ഈ പിണറായി വിജയൻ്റെ ഈ ഒരു ഇതിനു വേണ്ടി നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ അല്ലയോ, നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു തുടങ്ങണം. ഈ കറുപ്പെടുത്തോണ്ട് പോയെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവരവിടെ പ്രതികരിക്കാനോ അല്ല കരിങ്കൊടി കാണിക്കാനോ മുഖ്യമന്ത്രിക്ക് നേരെ ചെന്നോ ഒന്നും ചെയ്യുന്നില്ല. അവർ സൈഡിൽ നിന്ന് പുള്ളിയെ കാണാൻ വേണ്ടിയല്ല, എന്ന് രാജാവല്ലേ, രാജാവിനെ ഒന്ന് കാണാൻ വേണ്ടി പ്രജകൾക്ക് തന്നെ അനുവാദമില്ലേ, അത് കാണാൻ വേണ്ടിയല്ല നിന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. എങ്ങോട്ടാണ് ഈ കേരളത്തിൻ്റെ പോക്ക്? ചിന്തിക്ക്. നമുക്ക് ഈ കറുപ്പ് സാധനങ്ങളെല്ലാം ഇപ്പം നാട്ടിൽ നിന്ന് ഒഴിവാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ടിനെ ആദ്യം ഒഴിവാക്കി. ഇരുട്ടിനെ പേടിക്കുകയാണ് പിണറായി വിജയൻ അല്ലേ. പണ്ട് പറഞ്ഞ ഏതോ ഒരു ഇതിനകത്ത് പുള്ളി ഒരു ഇത് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിനകത്ത് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ആളുടെ ഒരു കൂട്ടുകാരൻ എവിടെയോ തൂങ്ങിക്കിടക്കുന്ന ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണൊക്കെ അങ്ങ് ആപ്പാടെ നാക്കൊക്കെ പുറമോട്ട് എനിക്കങ്ങ് പേടിയായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാനിതുപോലെ കല്ലറകളുള്ള സ്ഥലങ്ങളിലൂടെ രാത്രി നടക്കും, എന്നിട്ട് മരിച്ചു കിടക്കുന്ന ഒരാളെ പോയി തൊട്ട് നോക്കും. എന്തൊരു ഇതാന്ന് ഓർത്തുന്നു. ഈ ദമേദായർക്ക് കൊടുക്കുന്നൊരു ഇൻ്റർവ്യൂവിനകത്ത് ഈ ആൾ പറയുന്നൊരു ഇതാണ്. ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ ഓർക്കും, അയ്യോ പുള്ളി ഒരു എന്നതാ ഒരു പുള്ളിക്ക് ഒന്നും അറിയത്തില്ല, കണ്ണടച്ച് പാല് കുടിക്കുന്ന ഒരു പൂച്ചയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്തൊരു പ്രകസനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതോ വിവരദോഷികൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കൂടെ, വിവരക്കേട് മാത്രം പറയുന്നുണ്ടോ? എല്ലാം ഈ ഒരു സംവാദം നടന്നാൽ പോലും അതിനകത്ത് വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ഇതൊക്കെ കേട്ട് കൈയടിക്കാനും നിൽക്കുന്ന, കാരണം അവർക്ക് വിദ്യാഭ്യാസമില്ല. അവരിന്നും ദേശാഭിമാനിയിൽ നിന്നും കാജാവീടിയിൽ നിന്നും അല്ലെങ്കിൽ കട്ടൻ ചായയിൽ നിന്നും അവർ പുറത്തോട്ട് ഇറങ്ങിയ ആൾക്കാരുമായിട്ട് സമ്പർക്കത്തിലോട്ട് തയ്യാറായിട്ടില്ല. ഈ കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിച്ചുകൊണ്ട് ചുമ്മാ കിടന്നുകൊണ്ട് അവിടെ കാണുന്ന ഇതും വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന മദ്യവും അല്ല മയക്കുമരുന്നും കൊടുത്ത് കുറേ വിളിച്ചു പറഞ്ഞിട്ടും കാര്യം. നിങ്ങൾ കേരളത്തിൽ പുറത്തോട്ട് ഇറങ്ങി സഞ്ചരിച്ചു പോകണം. ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളും സഞ്ചരിച്ചുള്ള വ്യക്തിയാണ് ഞാനൊരു ഡ്രൈവറാണ്. എല്ലാ സ്ഥലങ്ങളും സഞ്ചരിച്ചത്. ഈ എല്ലാ മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോഴത്തേക്ക് എവിടെയൊക്കെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. ചുമ്മാ അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ട് അല്ല നിങ്ങളുടെ ഈ കൈരളി TV മാത്രം കണ്ടുകൊണ്ടിരുന്ന് നമ്മൾ ഒരാളോട് സംവാദം നടത്താൻ പോകരുത്. ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ചാനൽ കൈരളി ചാനലാണ്. കാരണം ഞങ്ങളെക്കാലം കൂടുതൽ ഞാൻ നിങ്ങളെ എവിടെയാണ് തെറ്റ് എന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ കാണുന്ന അങ്ങനെ ഒരാളാണ്. മനസ്സിലായോ? രാഷ്ട്രീയ ഇനിയിപ്പം സർവേ ഫലം അവിടെ ഇവിടെ വന്ന് കേരളത്തിൽ 20 സീറ്റും LDF അല്ലെ 20 സീറ്റും UDF എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ വിഷയങ്ങൾ കാര്യങ്ങൾ. നിങ്ങളുടെ ഈ വിരൽ കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ, കറക്റ്റായിട്ട് തോൽവിയോ ജയമോ ഒന്നും നിങ്ങൾ കരുതണ്ട. ഈ വിരൽ തുമ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ വരും വർഷങ്ങളിൽ കേരളം നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ നല്ല രീതിയിൽ ഒരു ഭരണം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും സുരേഷ് ഗോപിയുടെ ആ ഒരു ഇതിൽ. കേരളത്തിലെ ഈ രാഷ്ട്രീയ ഗ്രൂപ്പുകളെയും കാര്യങ്ങളും എല്ലാം ഒന്ന് മാറ്റി വെച്ച് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഒരേപോലെ നിന്ന് പ്രവർത്തിക്കുക. അപ്പോൾ ഈ കാണിക്കുന്ന ഇതിന് നമുക്കൊരു മറുപടി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാവരോടും ഞാനൊരു കാര്യം പറയാനുള്ളത്, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുന്ന സമയത്ത് കഴിവതും കംപ്ലീറ്റ് BJP സ്വയം സേവകർ അല്ലെങ്കിൽ BMSകാർ അങ്ങനെയുള്ള കംപ്ലീറ്റ് നമ്മുടെ ഘടക കക്ഷികളെല്ലാവരും തന്നെ കറുപ്പ് വസ്ത്രം, രാഷ്ട്രീയത്തിൽ ഈ 2024 കറുപ്പ് വസ്ത്രം ഉപയോഗിച്ച് പ്രചരണങ്ങൾ നടത്തുക. കംപ്ലീറ്റ് എല്ലാവരും. ശരിയല്ലേ? അതിന് ഞാൻ ആദ്യമായിട്ട് ക്ഷണിക്കുകയാണ് നമ്മുടെ സുരേഷേട്ടനോട്, കൈയെടുത്ത് കുമ്പിടുകയാണ്. ഈ വീഡിയോ കാണാൻ ഒരവസരം ഉണ്ടായാൽ സുരേഷേട്ടാ ഈ പ്രാവശ്യത്തെ തൃശ്ശൂർ ഇലക്ഷൻ വരുന്ന സമയത്ത് കംപ്ലീറ്റ് കറുപ്പ് വസ്ത്രമായിരിക്കും താങ്കളുടെ ആ ഒരു ഇത് നമ്മുടെ ഒരു റിക്വസ്റ്റാണ് എല്ലാ BJPക്കാരോടും അല്ലെങ്കിൽ സ്വയം സേവകരോടും അല്ലെങ്കിൽ അതുപോലെ BMSൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഘടക ഇതായിട്ടുള്ള എല്ലാ ആൾക്കാരോടും BJPയുടെ അനുഭാവിയായിട്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും കറുപ്പ് വസ്ത്രങ്ങൾ ധരിച്ച് ഈ പ്രാവശ്യത്തെ 2024 ഇലക്ഷനെ
മുന്നോടിയായിട്ട് എല്ലാവരും കരുതി വെക്കുക. നന്ദി, നമസ്കാരം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും എത്തുന്നതായിരിക്കും.